ചെടികളൊക്കെ ഒന്ന് റീപോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കുറച്ച് ഫോളിയേജ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നേ. ചെറിയ തൈകളായിട്ട് മേടിച്ച് വെച്ചതാണ് കേട്ടോ. ഇപ്പം അതിത്തിരി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങ് റീപോർട്ട് ചെയ്യാമെന്ന് കരുതി. ഇതിൽ ഞാൻ കൂടുതലും ചകിരിച്ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെടികളെ സ്നേഹിക്കുന്നവരാകുമ്പോൾ എപ്പോഴും അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ എടുക്കാനും വിൽക്കാനും ഒക്കെ ബുദ്ധിമുട്ട് കാരണം മണ്ണാകുമ്പോഴത്തേക്ക് നല്ല വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനോർത്തൊന്ന് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കാമെന്ന് കരുതി. അതിൻ്റെ കൂടെ വളവും ഇട്ട് കൊടുക്കുന്നുണ്ട്. ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കൊക്കെ ഓൾറെഡി മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൊച്ചാൾ ഇന്ന് കൂടെയുണ്ട്. ഇന്ന് സ്കൂളില്ലാത്ത കാരണം എൻ്റെ ചെടി പരിപാടികൾക്കെല്ലാം ആളിന്ന് കൂടെയുണ്ട്. ഇതെല്ലാം നല്ല ഇൻട്രസ്റ്റ് ഉള്ള ആൾക്ക് ഇഷ്ടമുള്ള പരിപാടികളാണ് കേട്ടോ. ഈ ചെടികൾ ഞാൻ ചെറിയ തൈകളായിട്ട് ഓൺലൈനായിട്ട് മേടിച്ചതാണ്. ഇത് വളർന്നിട്ട് വലുതായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് നല്ലൊരു തുകയാവും. അത് കാരണം ഞാൻ ചെറിയ തൈകളായിട്ട് മേടിച്ച് വളർത്താമെന്ന് കരുതി. പിന്നെ മോൺസ്റ്ററ പ്ലാന്റും ഇതുപോലെ വലുതായിട്ടുണ്ട്. അതിൻ്റെ ഇലയൊക്കെ വലുതായി. അപ്പം ഇലയിലൊക്കെ ഇങ്ങനെ ചിലന്തി വലയൊക്കെ അടിച്ച് നിൽപ്പുണ്ടായിരുന്നു. അത് ഫുള്ള് കഴുകി വൃത്തിയാക്കി. ഫുള്ള് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. ഇത് ആൾ പിന്നെ പുല്ലൊക്കെ പറിക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ. നല്ല ക്ലീൻ ആയിട്ടുണ്ട് മോൺസ്റ്ററ പ്ലാന്റ്.